ഇവനൊക്കെ ധാരണയുണ്ട്. ഇവന് വരുമ്പോൾ കൊണ്ടുവന്ന അവനെ കെട്ടിയോമാരേന്നാ. നമ്മൾ കഷ്ടപ്പെട്ട് വലിപ്പം വെപ്പിച്ച് ഇവർക്ക് ഒരു പിയാപ്പളാക്കി കൊടുത്താലും നമുക്ക് പിന്നെ ഒരു അധികാരവും ഇല്ല. പിന്നെ ഓലായി, ഓല മക്കളായി, ഓല പിയാപ്പളായി, വല്യമായാലും ഉമ്മ ആയാലും നമ്മളൊക്കെ പുറത്ത്. എന്ത് പറയാനാ മക്കളെ? ഇന്ന് രാവിലെ തന്നെ വേറെ ഒരു പണിയില്ലല്ലോ, എന്നെ ഇടങ്ങാറാക്കാനായിട്ട് അടുക്കളയിൽ വന്ന് തിരിഞ്ഞളിക്കുകയല്ലേ? മോളെ, ഞാൻ എന്നെ ഇടങ്ങാറാക്കണമെന്നില്ല, ഞാൻ പോവുകയാണ്. ഞാൻ എന്നെ ഇടങ്ങാറാക്കണേ, എന്നെ എന്തൊക്കെ സഹായിക്കാച്ച് വന്നതാ. അപ്പോഴത്തേക്ക് ഈ കണക്കും കാര്യങ്ങളൊക്കെ ഇയ്യാണ് പറഞ്ഞത്. ഞാനല്ല പൊന്നു മോളെ. ആരടിക്കും പൈസ? കറണ്ടിൻ്റെ ബില്ല് കൂടുന്നൊക്കെ. കറണ്ട് പൈസയൊക്കെ ഓൻ അടച്ചോട് പോളെ, ഈ ബേജാറാവണ്ട. എൻ്റെ അടുത്തൊന്നും കൊണ്ടുവന്നിട്ടല്ലല്ലോ അടയ്ക്കുന്നത്. അതിനോട് ഈ വല്ലാതെ വിഷമിക്കേണ്ട, കേട്ടിക്കണോ? ഒരു പച്ചകൾ എൻ്റെ പുരയിൽ കൊണ്ടു നിൽക്കണോ കാലം വരെ? ഇല്ലല്ലോ. എന്താ കൊണ്ടു നിൽക്കണോ? അത് പറയാൻ പറ്റുമോ? ഞാൻ അത് കൊണ്ടു നിൽക്കണേ, ഇത് കൊണ്ടു നിൽക്കണേന്ന് ഇവരൊക്കെ വേണ്ടാന്നാനും. എന്നാലും ഇട്ടിട്ട് ഈ പെണ്ണെ വല്ലാതെ ഇടങ്ങാറാക്കുന്നുണ്ട്. ഞാനൊക്കെ സഹിക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ മോൻ ബേജാറാവണ്ട വിചാരിച്ചിട്ടാ. ഓന് വിഷമിക്കുമ്പോൾ നമുക്കൊരു വിഷമം തന്നെയല്ലേ. ഞാനൊക്കെ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന കാലത്തെ ചില്ലറമാതിരി ഇടങ്ങാറൊന്നല്ല ആയത്. നാത്തൂമാരുടെ ഇടയിലും അമ്മായിമ്മൻ്റെ ഇടയിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മോളെ ഞാൻ വളർന്നത്. ഒരുപാട് ചില്ലറമാതിരി ഒന്നല്ല. ആ ഒരു ഗതികേടൊന്നും എനിക്കില്ലല്ലോ. എനിക്ക് എന്തുണ്ടെങ്കിലും എനിക്കുള്ളതാ. ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ എന്നെ ഞാൻ നോക്കുന്നുണ്ട്. ഇല്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? എന്നാലും എനിക്ക് കുറ്റാണ് മോളെ. എന്നോട് ഓരോന്ന് പറഞ്ഞിങ്ങോണ്ട് വെറുപ്പിച്ചിങ്ങോണ്ട് നിൽക്കുക. എൻ്റെ അമ്മ വന്നു കഴിഞ്ഞാൽ ഇമ്മാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ആവും. അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. ഇങ്ങനെ ഒക്കെ സ്നേഹിക്കാൻ അറിയല്ലോ എന്ന് എനിക്കും തോന്നും. അതേമാതിരി ഇനി എനിക്ക് സ്നേഹിച്ചൂടെ മോളെ? ഞാൻ എന്ത് തെറ്റാ എന്നോട് ചെയ്യുന്നത്? എൻ്റെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന കാലം മുതലുള്ള ഞാൻ കണ്ണീര് കുടിക്കണതേ എനിക്ക് ഞാൻ പറഞ്ഞുതരാം. അമ്മായിമ്മ എങ്ങനെയാണ്, നാത്തൂമാരെങ്ങനെയാന്നുള്ളത് ഒരുപാട് കണ്ടും പഠിച്ചതാ മക്കളെ ഞാൻ. ഈ അനുഭവം നമുക്കില്ലല്ലോ. ഞാനൊക്കെ എല്ലാ കഥയും പറഞ്ഞുതരാം.